പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥയാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. ഞാൻ പറയുന്നതല്ല, വായിക്കാൻ പോകുന്നത്. ഈ കഥ എഴുതിയ എൻ്റെ അടുത്ത ബന്ധു കൂടിയായ മാഹിയിലെ ശ്രീ വിജേഷ് പുത്തലമാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മാഹിയിലെ നിറസാന്നിധ്യമാണ്. സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായ ഒരു വ്യക്തിയാണ് ശ്രീ വിജേഷ് പുത്തലം. അദ്ദേഹത്തിൻ്റെ മാഹിയിലെ കഥാകാരൻ ശ്രീ എം മുകുന്ദനാണ് അദ്ദേഹത്തിൻ്റെ മാനസഗുരു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരണത്തിൽ അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ, വിജേഷിനെ പോലെയുള്ള എഴുതുന്നവർക്ക് ഒരു ഉത്തേജനം നൽകുന്ന, മാതൃക കൊടുക്കുന്ന ശ്രീ എം മുകുന്ദന് ആദ്യമായി ഒരു നന്ദി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പുറമെ ഈ വെള്ളിയാങ്കല്ലിനോട് കരിമ്പാറകൾ പറഞ്ഞ കഥ എന്നാണ് ഈ വിജേഷ് എഴുതിയ കഥയുടെ പേര്. വെള്ളിയാങ്കല്ലിനോട് കരിമ്പാറകൾ പറഞ്ഞ കഥ. ഈ കഥയ്ക്ക്, ഈ ബുക്കിന് അവതാരണം എഴുതിയത് ശ്രീ മുഹമ്മദ് അലി CH എന്ന അവരാണ്. ശ്രീ മുഹമ്മദ് അലി CH അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ ഒന്ന് വായിക്കുവാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ കഥയുടെ പേര് ഒന്നും കൂടെ പറയാം. വെള്ളിയാങ്കല്ലിനോട് കരിമ്പാറകൾ പറഞ്ഞ കഥ എന്നാണ്. അപ്പോൾ ഇനി കഥ വായിക്കാൻ തുടങ്ങുന്നു. ആദ്യമായി ഒരു 15 മിനിറ്റ്, ഒരു 12 മിനിറ്റ് വായിക്കാം. ഈ കഥ എല്ലാവർക്കും വായന മരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടം ഞാൻ താമസം മുഴപ്പിലങ്ങാടാണ്. ഞാൻ ഒരു വായനശാലയുമായി രൂപാലക്ഷത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വായിക്കാൻ പുസ്തകങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് പുസ്തകങ്ങൾ വാങ്ങി വെച്ചാലും വായിക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും മാറിപ്പോയി. TV-യിലാണ് എല്ലാവരും. TV, സിനിമ എന്നീ മാധ്യമങ്ങളിൽ, സിനിമ ഇപ്പം കുറവാണ്, ഇപ്പം TV-യിലാണ് എല്ലാവരും അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ ഇനി കഥ വായിക്കാൻ തുടങ്ങാം. അപ്പോൾ വായിക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് വായിക്കണ്ടല്ലോ, കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ വെള്ളിയാങ്കല്ലിനോട് കരിമ്പാറകൾ പറഞ്ഞ കഥ. ആനയെ കാണാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ പിന്നെ 9 ആനകൾ കൂട്ടത്തോടെ വരുന്നെങ്കിലോ? കൊമ്പുകൾ കുലുക്കി ചെവികൾ വീശി ചിഹ്നം വിളിച്ചു വരുന്ന കൊമ്പന്മാരെ അടുത്തു നിന്നും കാണാൻ പേടിയാണെങ്കിലും ദൂരെ നിന്ന് കാണാൻ ചക്കിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ചക്കിയാണ് ഇതിലെ കഥാപാത്രം. മയ്യഴി അമ്മയുടെ ദേവാലയത്തിന് പിന്നിൽ നിന്നും തുടങ്ങി പുഴ വരെ നീണ്ടു പരന്നു കിടക്കുന്ന വയലിൽ നേരത്തെ മഴ പെയ്തിരുന്നു. കാട്ടിലെ കുറുക്കൻ്റെ കല്യാണക്കുറിയുമായി കിഴക്കൻ മലകളിറങ്ങി പുഴ കടന്ന് മയ്യഴിയിൽ വന്നു പോയൊരു മഴ. അറബിക്കടലിനോട് കുറച്ചു നേരം കിന്നാരം ചൊല്ലി പിരിഞ്ഞു. പാടത്തു നിന്നും ഞവിണിയും ഒച്ചും വരമ്പിൻ്റെ പൊത്തുകളിൽ പാർക്കുന്ന ഞണ്ടുകളെയും കൊത്തി തിന്നുന്ന കൊറ്റികളാകെ ചരല് വാരിയെറിയുന്ന ശബ്ദത്തിൽ പെയ്ത ആ മഴയിൽ നനഞ്ഞുപോയി. ചിറകിലും ഉടലിലുമൊക്കെ കാളകൾ ചവിട്ടിക്കുഴച്ച പശമണ്ണ് ചൊരിച്ചത് കാരണം കൊറ്റികളിൽ ഒന്നിന് വേഗത്തിൽ പറന്ന് പോകാൻ വയ്യ. മേയർ സാഹിബിൻ്റെ നായ ബംഗ്ലാവിൻ്റെ മതിൽ ചാടി ഓടി വന്ന് അതിൻ്റെ കഴുത്തിന് കടിച്ചു കുടഞ്ഞു. ചെളിയിൽ കൊണ്ടയിട്ടു. ജീവൻ പൊടിയുന്ന ദേഹത്ത് ദേവാലയത്തിന് മുകളിലെ കുരിശിന്റെ നിഴൽ തെളിഞ്ഞു. രക്തമൊലിക്കുന്ന പല്ലും കാട്ടി നായ തിരികെ ബംഗ്ലാവിലേക്ക് ഓടിക്കയറി. പൂക്കളിലാകെ നിറം പകരുന്ന വയലിലെ ആകാശത്തിന് ഇപ്പോൾ വെള്ളയിൽ ഇളം നീല കലർന്ന കന്നിപ്പൂവിൻ്റെ തിളക്കം. ദേവാലയത്തിന് മുകളിലെ കുരിശും ഇരുതല മൂർച്ചയുള്ള വാളുപോലെ മയ്യഴി മാനത്ത് വെട്ടിത്തിളങ്ങുന്നു. വെയിലിനെ
മഴക്കാറും മഴക്കാരനെ മായ്ച്ച് പൊൻവെയിലും രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കണ്ണാരം പൊത്തിക്കളി തുടങ്ങിയതാണ്. ഒന്നുകൂടെ വായിക്കാം. വെയിലിനെ മായ്ച്ച് മഴക്കാറ്, മഴക്കാരനെ മായ്ച്ച് പൊൻവെയിലും രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കണ്ണാരം പൊത്തിക്കളി. ആനകളെ കാണാൻ ആവി പറക്കുന്ന വയൽ വരമ്പിലൂടെ നീല ഫ്രോക്ക് അണിഞ്ഞ ചക്കി ഓടി വരുന്നു. ഓടുന്ന ഓട്ടത്തിൽ അവളുടെ കാല് തട്ടി വരമ്പിലെ ചേറ് ഉടഞ്ഞ ചേറിനുള്ളിലെ തണുപ്പ് കാലിനടിയിൽ ഇക്കിളിപ്പെടുത്തി. ചേറ് ചവിട്ടിയ കാല് വെള്ളം കണ്ടാൽ നിൽക്കണമെന്ന ചൊല്ല്. പക്ഷെ ചക്കി നിന്നില്ല. കൂരയിൽ നിന്നും ഓട്ടം തുടങ്ങിയ അവളുടെ കാലുകൾ ദേവാലയത്തിന് മുന്നിലെ നിരത്തിലെത്തിയപ്പോഴാണ് നിന്നത്. നെഞ്ചിലെ കിതപ്പും കണ്ണുകളിൽ നിറയെ വിസ്മയങ്ങളും ഒളിപ്പിച്ചു വെച്ച് അവൾ ആനകളുടെ വരവും കാത്ത് അവിടെ നിന്നു. അകലെ നിന്നും ചിഹ്നം വിളി കേൾക്കുന്നുണ്ടോ? എവിടെ നിന്നോ വരുന്ന നനുത്ത കാറ്റിന് ആനപ്പിണ്ടത്തിന്റെ മണമുണ്ടോ? മയ്യഴി അമ്മയുടെ ദേവാലയത്തിന് തണല് നൽകുന്ന പേരാലിന്റെ ചുവട്ടിൽ പ്രതീക്ഷയിൽ കാലൂന്നി നിന്നവൾ ചുണ്ടിലെ വിയർപ്പ് നാവോണ്ട് തുടച്ചു. അഴിമുഖത്തെ പാണ്ഡികശാലയുടെ പിന്നിൽ പടിഞ്ഞാറൻ കടലിരമ്പം അവളെ അങ്ങോട്ട് മാടി വിളിക്കുന്നു. എന്നിട്ടും തെക്ക് വടകര വാഴും തമ്പ്രാന്റെ ദേശം നോക്കി നെറ്റിപ്പട്ട മണിഞ്ഞ് മുത്തുക്കുട ചൂടിയ ആനച്ചന്തമുള്ള കിനാവുകളിൽ നീരാടുകയാണ്. തണലിൽ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തലയിൽ വഴിതെറ്റി വന്ന തെക്കൻ കാറ്റിന്റെ കുസൃതിയിൽ പേരാലിന്റെ ഇലകൾ ഒളിപ്പിച്ചു വെച്ച മഴത്തുള്ളികൾ കുടഞ്ഞു. എന്നിട്ടും അവൾ കിനാവിൽ നിന്നും ഉണർന്നില്ല. മുകളിലോട്ട് നോക്കിയുമില്ല. കൺമുന്നിലൂടെ മണികിലുക്കത്തിൽ ഒരു കുതിരവണ്ടി കടന്നുപോയി. അതും അവൾ അറിഞ്ഞില്ല. അകലങ്ങളിൽ കണ്ണും നട്ടു നിൽക്കുന്ന അവളുടെ മനസ്സ് നിറയെ ആനകളാണ്. കണ്ണത്താ ദൂരത്തു നിന്നും കരിവീരന്മാരായ കൊമ്പനാനകളുടെ തലക്കുനികൾ ആകാശത്തെ കുഞ്ഞിമേഘങ്ങളായ പറവകൾ കൊത്തിയും വലിച്ചും കൊണ്ടുവരുന്നുണ്ടോ? ചക്കിയുടെ കണ്ണുകളിൽ ആകാംക്ഷ തുളുമ്പുന്നു. മയ്യഴിക്ക് തെക്കും വടക്കുമായി 2 പുഴകൾ ഒഴുകിയിരുന്നു. തെക്ക് കാപ്പുഴ, വടക്ക് മയ്യഴിപ്പുഴ. കൈവഴികളിലെ കളകള ശബ്ദം നിലച്ചപ്പോൾ കാപ്പുഴ ഒരു തോടായി മെലിഞ്ഞു തുടങ്ങി. എന്നാൽ മയ്യഴിപ്പുഴയിൽ ഒഴുക്കിന് വേഗത കൂടി. മയ്യഴിപ്പുഴയും അഴിമുഖവും നോക്കി കടവിന് അപ്പുറം വടക്ക് ദിശയിൽ നിൽക്കുന്ന കുന്നുകളിൽ ഏതാണ്ട് 4ാമത്തെ കുന്നാണ് തമ്പ്രാംകുന്ന്. തമ്പ്രാംകുന്നിലെ ക്ഷേത്രോത്സവത്തിനാണ് ഗണ്ടാമണികൾ കിലുക്കി ദൂരെ കരിങ്കാട്ട് നിന്നും യാത്ര തുടങ്ങിയ കൊമ്പനാനകൾ ബാർബുറങ്കാട്ടും കടന്ന് ശ്രീരാജ്യമായ കൊച്ചിയും പിന്നിട്ട് വടക്കുനാഥനെ വണങ്ങി മയ്യഴിയിൽ വരുന്നത്. ചക്കിക്ക് ആനകൾ വരുന്ന കാര്യം നേരത്തെ അറിയാം. ചക്കിയുടെ അപ്പനാണ് 2 ദിവസം മുമ്പ് ആ കാര്യം അറിയിച്ചത്. അതോടെ വിശപ്പില്ല, ദാഹമില്ല, ആനകളെയും കാത്തുള്ള നിൽപ്പ് മാത്രം. അന്ന് രാത്രി അപ്പൻ ഒഴിവാക്കിയ കറവീണ കസവ് മുണ്ടിന്റെ ഒരു ഭാഗം കീറിയെടുത്ത് അതിൽ കരികൊണ്ട് ഒരാനയെ വരച്ചു. പിറ്റേന്ന് രാവിലെ വയൽ വരമ്പിൽ പട്ടം പോലെ ആനയുടെ ചിത്രമുള്ള വെള്ളത്തുണി പറന്നു. മുളവടിയിൽ കെട്ടി കൊടി പോലെ വീശി വയലിൽ കുത്തിയ ആനക്കൊടി നോക്കി സല്യൂട്ട് ചെയ്തു. ആനകൾ വരുന്നതിൽ ഇത്രമാത്രം സന്തോഷിക്കാൻ ചക്കിക്കൊരു കാരണമുണ്ട്. വരുന്ന ആനകളുടെ കഥ അവൾക്ക് മനഃപ്പാഠമാണ്. കരിവീരന്മാരായ ആനകളുടെ കഥ അപ്പന്റെ നാവിൽ നിന്നും ചക്കി പലതവണ കേട്ടിരിക്കുന്നു. വരുന്ന ആനകളെ കാണാൻ പരന്ത്രീസുകാർക്കും പള്ളിയിലച്ഛനും ആനവാതുക്കൽ തറവാട്ടുകാർക്കും നാട്ടിലെ മൂപ്പനും മാത്രമേ മയ്യഴിയിൽ അവകാശമുള്ളൂ. തമ്പ്രാംകുന്നിലെ ഉത്സവം മാത്രമല്ല, ഉത്സവത്തിന് വരുന്ന ആനകളെയും മറ്റാരും കാണാൻ പാടില്ല. ഓടി ഒളിക്കണം. തമ്പ്രാംകുന്നിലെ തന്ത്രി തീർപ്പ് കൽപ്പിച്ച ശാസനയിൽ മറുവാക്കില്ല. നാട്ടിലെ മൂപ്പനായ ചക്കിയുടെ അപ്പൻ മയ്യഴിയിൽ നിന്നും ഒരുപാട് ദൂരം അകലെയുള്ള കരിങ്കാട്ടെ മൂപ്പനെ തമ്പ്രാംകുന്നിലെ തന്ത്രി മുഖേനയാണ് പരിചയപ്പെടുന്നത്.
കരം പിരിക്കുന്ന തർക്കങ്ങളും മറ്റുമായി മയ്യഴിയുടെ നാട്ടുമൂപ്പനെ കാണാൻ പലരും വരും. വന്നവരോട് നാട്ടുവിശേഷം സംസാരിക്കുന്നതിനിടെ തമ്പ്രാൻകുന്നിലെ തന്ത്രിയും കരിങ്കാട്ടെ മൂപ്പനും എങ്ങനെയാണ് സുഹൃത്തുക്കളായതെന്ന കഥയിൽ ചക്കിയുടെ അപ്പൻ മനഃപൂർവ്വം എത്തും. ഈ നാടിനപ്പുറം വലിയ ബന്ധങ്ങളുണ്ടെന്ന് വരുന്നവരെ ബോധ്യപ്പെടുത്താനാണ് നാട്ടുമൂപ്പൻ അങ്ങനെയുള്ള കഥകളിൽ എത്തുന്നത്. കഥ തുടങ്ങുമ്പോൾ ചക്കി ഓടിയെത്തും. അപ്പന്റെ മടിയിൽ കയറിയിരിക്കും. കാതു കൂർപ്പിക്കും. കന്മഷി എഴുതിയ കണ്ണുകൾ അടച്ചു വയ്ക്കും. കാടും കാടിനെ സംരക്ഷിക്കുന്ന കരിവീരന്മാരും തമ്പ്രാൻകുന്നിലെ തന്ത്രിയും അവളുടെ കണ്ണിലെ മഴവില്ലിഴകളിൽ തെളിയും. ഇന്ന് ഈ ഭാഗം ഇത്രയും കൊണ്ട് നിർത്തുന്നു. ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര പേർ കാണുന്നു എന്നതിനെ ആശ്രയിച്ച് ഞാൻ അടുത്ത ഭാഗം വായിക്കുന്നതാണ്. വായന കുറഞ്ഞു വരുന്നെങ്കിലും കേൾക്കാനെങ്കിലും താല്പര്യമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഈ കഥയുടെ ഏതാനും ചെറിയ ഭാഗം ഞാനിവിടെ സമർപ്പിക്കുന്നു. ശശിധരൻ വ്ലോഗിനെ ഏവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.